നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷന് മേൽ ഏത് തരത്തിലും സമ്മർദ്ദം ചെലുത്തി ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിനിപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിലുള്ളത് കൊണ്ടും പുറത്തേക്ക് പോകുന്നൊരു സർക്കാരിൻ്റെ മന്ത്രി ആയതുകൊണ്ടും വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ ശിവൻകുട്ടിയുടെ ഏക ലക്ഷ്യവും ഏക പ്രവർത്തനവും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ കേന്ദ്രീകരിച്ചാണ്. അദ്ദേഹത്തിന് സ്വാധീനമുള്ള യൂണിയനുകളും എല്ലാം വിവിധ കോർപ്പറേഷനകത്ത് തന്നെയാണെങ്കിലും വാട്ടർ അതോറിറ്റിയിലാണെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡിലാണെങ്കിലും എല്ലാവരും ഒത്തുചേർന്ന് പലയിടത്തും ജലം മുടക്കിയും വൈദ്യുതി മുടക്കിയും റോഡുകളിൽ പ്രശ്നമുണ്ടാക്കിയും ചവറ് വാരാതിരുന്നും തിരുവനന്തപുരം മുഴുവൻ ചീഞ്ഞു നാറുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം നടത്തിയുമെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണകൂടത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി. കൃത്യമായി തന്നെ മേയർ VV രാജേഷ് അതിനെല്ലാം പരിഹാരം കണ്ട് കൃത്യമായിട്ടുള്ള മറുപടികൾ ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തന്നെ നൽകുന്നതുമുണ്ട്. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകളുമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മറുവശത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണകൂടത്തിൻ്റെ മറുവശത്ത് നിൽക്കുന്ന ശക്തികൾക്ക് ഇപ്പോൾ മുന്നണി പോരാളിയായി അല്ലെങ്കിൽ നേതാവായി നിൽക്കുന്നത് ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മറ്റൊരു സൂചന കൂടി നമുക്ക് നൽകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടായാൽ വരുന്ന 5 വർഷങ്ങൾ കേരളത്തിലെ തെരുവുകൾ അസ്വസ്ഥമായി പുകയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി തെരുവുകളിൽ ഉണ്ടാക്കുവാൻ പോകുന്ന സമരങ്ങളും പ്രതിഷേധങ്ങളും വഴിതടയലും ഒന്നും ആയിരിക്കില്ല അതിൻ്റെ ഒരു രൂക്ഷത. അതെല്ലാം ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഇവർക്ക് സ്വാധീനമുള്ള യൂണിയനുകൾ ഉപയോഗിച്ച് ജലവിതരണം മുടക്കുക, വിദ്യുച്ഛക്തി മുടക്കുക, റോഡുകളിൽ പ്രശ്നമുണ്ടാക്കുക, പൊതുജനത്തിനെ ബുദ്ധിമുട്ടിക്കാവുന്നതിൻ്റെ പരമാവധി ബുദ്ധിമുട്ടിച്ച് അവരുടെ ഒരു നിലനിൽപ്പ് ഉറപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ശിവൻകുട്ടിയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേരളത്തിൽ ഹർത്താലുകളുടെയും ബന്ദുകളുടെയും ഒരു ശൃംഖല തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാലം മാറിയൊരു സാഹചര്യത്തിൽ ഈ ഹർത്താലുകളും ബന്ദുകളും അക്രമാസക്തമാകുവാനും അതിന് മറ്റൊരു രൂപം കൈവരുവാനും അധിക സമയമൊന്നും വേണ്ട. കാരണം നിരവധി ആരോപണങ്ങളും റിപ്പോർട്ടുകളും സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലേക്ക് രാജ്യവിരുദ്ധ ശക്തികൾ കടന്നുകൂടുവാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. അവരുടെ ഏതാണ്ടൊരു പൂർണ്ണമായ ആധിപത്യം പല പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലാവട്ടെ പ്രാദേശിക സംഘടനാ ക്രമത്തിലാവട്ടെ അവരുടെ ഒരു പൂർണ്ണമായ ആധിപത്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഹർത്താലുകളും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതൊന്ന് ചിന്തിക്കുക. അവരിതിനിടയിലേക്ക് കടന്നുകൂടുന്നത് എന്തായാലും ഭാരതത്തിൻ്റെ ഉന്നമനത്തിനോ അല്ലെങ്കിൽ സമുദ്ധായോദ്ധാരണത്തിനോ അല്ല. രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ സംഘടനയുടെയോ മറ്റേതെങ്കിലും സംഘടനകളുടെയോ മറവിൽ നിന്ന് നടപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ തന്നെ വളരെ വൈക്ലഭ്യത്തോടു കൂടിയാണെങ്കിലും നമ്മുടെ മുൻപിൽ സമ്മതിച്ചിട്ടുണ്ട്. കാരണം SDPI പോലുള്ള സംഘടനകൾ പല ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളുടെയും സാമൂഹിക സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടയിൽ കടന്നുകൂടി അവരെ ഫണ്ട് ചെയ്ത് അവരുടെ നിയന്ത്രണം, ആ സംഘടനകളുടെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായി കൈക്കലാക്കി അതിനെ ഉപയോഗിച്ച് സംസ്ഥാനത്ത് സൃഷ്ടിച്ചിട്ടുള്ള അസ്വസ്ഥതകളെക്കുറിച്ച് ഒരു അല്പം വൈഷമ്യത്തോടു കൂടിയാണെങ്കിലും BJP വളരെ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും ഇത് തുറന്നു പറയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയാതെ വയ്യ എന്നുള്ളൊരു കുറ്റസമ്മതം നാം കേട്ടിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. അതൊന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത്തരത്തിലുള്ളൊരു അസ്വസ്ഥത സംസ്ഥാനത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കലാപമായി മാറുവാനും അധിക സമയം എടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായ ഒരു പ്രസ്ഥാനമായി മാറുന്നത്. ഇനി ഭരണത്തിലെത്തിയാലോ ഈ പറഞ്ഞ സ്വാധീനം തന്നെ ഭരണതലത്തിൽ കൂടുതൽ പ്രകടമായി നാം അനുഭവിക്കേണ്ടി വരും. അത്തരത്തിലുള്ളൊരു പ്രശ്നം കേരളം നേരിടേണ്ടി വരുമ്പോൾ എന്താണ് അതിന് പരിഹാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സമ്മതിദാനാവകാശം സാമാന്യ ബോധത്തോടു കൂടി ഉപയോഗിക്കുക. പൂർണ്ണമായും ഭരണത്തിൻ്റെ ഏതൊരു തലത്തിൽ നിന്നും, അത് ഭരണത്തിലാകട്ടെ പ്രതിപക്ഷത്തിലാവട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അകറ്റി നിർത്തുക എന്ന് കരുതി കോൺഗ്രസിനെ
പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല, അത് മറ്റൊരു അപകടമാണ്. കാരണം ഇവിടെ SDPI ആണെങ്കിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ ഈ ഒരു അപകടത്തിൻ്റെ സൂചന വി ശിവൻകുട്ടിയെ പോലുള്ളവർ ഇപ്പോൾ തന്നെ നൽകുന്നുണ്ട്. ആ സൂചന കണ്ട് മനസ്സിലാക്കി ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിലെങ്കിലും കൃത്യമായി ക്രിയാത്മകമായി പ്രവർത്തിക്കുകയും അവനവൻ്റെ സമ്മതിദാനാവകാശം ഉപയോഗിക്കുകയും ചെയ്തില്ലെങ്കിൽ കേരളം മറ്റൊരു ബംഗാളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രശ്നകലുഷിതമായ സംസ്ഥാനമോ, ഇപ്പോൾ ബംഗാൾ മാത്രമാണ് പ്രശ്നകലുഷിതമായ സംസ്ഥാനങ്ങളിലൊന്ന്, മണിപ്പൂർ പൊക്കിക്കൊണ്ട് വരണ്ട, അവിടെ അടി കൊള്ളാത്തതിൻ്റെ കുഴപ്പമാണ്, അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുത്ത് ഒതുക്കിക്കോളും. ബംഗാളും അങ്ങനെ തന്നെ ഒതുക്കിക്കോളും. കേരളത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ അവിടെയും ആ അടി തന്നെയായിരിക്കും ചിലപ്പോൾ അവസാന മരുന്നായി ഉപയോഗിക്കേണ്ടി വരിക. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് തൽക്കാലം ഞാനും നിങ്ങളുമാണ്. ഭാവിയിൽ അത് തീരുമാനിക്കാനുള്ളൊരു അവകാശം നമ്മുടെ കയ്യിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നും നാം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലവും വരുന്നത്. എന്തായാലും വി ശിവൻകുട്ടി ഒരു ലക്ഷണമാണ്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ പലതും രോഗലക്ഷണമാണ്, രോഗമല്ല. വി ശിവൻകുട്ടി ഒരു രോഗലക്ഷണമാണ്. രോഗം കമ്മ്യൂണിസമാണ്. ആ രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. ചികിത്സ ചെയ്യുന്നത് ഞാനും നിങ്ങളുമായിരിക്കണം. ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിൽ അനുഭവിക്കാം. ജോസഫൈൻ പറഞ്ഞ പോലെ അനുഭവിച്ചു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.